മുക്കം അഗ്നിരക്ഷാ സേനയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ദേശീയ അഗ്നിരക്ഷാ സേനാ ദിനാചരണം സംഘടിപ്പിച്ചു. 1944 ബോംബെ തുറമുഖത്ത് കപ്പലിന് തീപിടിച്ചപ്പോൾ തീയണയ്ക്കാനെത്തിയ 66 അഗ്നിരക്ഷാ ജീവനക്കാർ അവിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ മരണപ്പെട്ടിരുന്നു. അവർക്കുള്ള ആദരസൂചകമായാണ് ഏപ്രിൽ 14 ദേശീയ അഗ്നിരക്ഷാ ദിനമായി ആചരിക്കുന്നത്. മുക്കം അഗ്നിരക്ഷാ സേനയുടെ ആഭിമുഖ്യത്തിലാണ് വിവിധ പരിപാടികളോടെ ദേശീയ അഗ്നിരക്ഷാ സേനാ ദിനം സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ മുതൽ മുക്കത്തായിരുന്നു ദിനാചരണ പരിപാടികൾ. 1944 ബോംബെ തുറമുഖത്ത് കപ്പലിന് തീപിടിച്ചപ്പോൾ തീയണയ്ക്കാനെത്തിയ 66 അഗ്നിരക്ഷാ ജീവനക്കാരാണ് അവിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ അന്ന് മരണമടഞ്ഞത്. അവർക്കുള്ള ആദരസൂചകമായാണ് ഏപ്രിൽ 14 ദേശീയ അഗ്നിരക്ഷാ ദിനമായി ആചരിക്കുന്നത്. ഫയർ സ്റ്റേഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ പതാക ഉയർത്തി. തുടർന്ന് നടന്ന അഗ്നിരക്ഷാ വാഹനങ്ങളുടെ ഘോഷയാത്ര മുക്കം നഗരം ചുറ്റി ഫയർ സ്റ്റേഷനിൽ അവസാനിച്ചു. മുക്കം ബസ് സ്റ്റാൻഡിൽ പൊതുജനങ്ങൾക്കായി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. തുടർന്ന് വിവിധ ദുരന്തമുഖങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അടങ്ങിയ ലഘുലേഖ വിതരണവും നടന്നു. അഗ്നിരക്ഷാ സേന വാരാചരണത്തിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾക്കും സിവിൽ ഡിഫൻസ് ആപ്തമിത്ര വളണ്ടിയർമാർക്കുമായി വിവിധ പരിശീലന ബോധവൽക്കരണ പരിപാടികളും നടത്തുന്നുണ്ട്. ദിനാചരണത്തിന് സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ, ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ പയസ് അഗസ്റ്റിൻ, പി അബ്ദുൽ ഷുക്കൂർ, സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ജാബിർ മുക്കം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.